അല്ല, ഒരാൾ ജീവനക്കാരിയാണ്, വൈഷ്ണ, ഏജ് 34 എന്ന് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ കുറിച്ച് അറിയില്ല. അതാരില്ല, അതിനെക്കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് വിശദമായിട്ട് അറിയണമെങ്കിൽ അത് FSL അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റും. വൈഷ്ണ. രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ആരാണെന്ന്. അല്ല, ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് AC-യുടെ വല്ലതും ബ്ലാസ്റ്റ് ആയതാണെന്ന് സംശയമുണ്ട്, അത്രേ ഉള്ളൂ. കത്തിയിട്ടുണ്ട്. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് പറയാൻ അറിയില്ല. വൈഷ്ണ ഇവിടെ അടുത്ത്, ഇവിടെ മേലാങ്കോട് ഭാഗത്താണ്. അവിടെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ആവാനാണ് സാധ്യത, കസ്റ്റമർ ആവാനാണ് സാധ്യത എന്നാണ് ഇപ്പൊ ഇതുവരെ വിശ്വസിക്കുന്നത്. അതിപ്പം ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. രണ്ടുപേരെ ഉള്ളായിരുന്നു. തിരുവനന്തപുരം പാപ്പനങ്ങോട് വൻ തീപിടുത്തം, ജീവനക്കാരെ ഉൾപ്പെടെ 2 പേർ മരിച്ചിരിക്കുന്നു. ദാരുണമായ വാർത്ത വരുന്ന മണിക്കൂറാണ്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേർന്നു. ഷഫീദ്, AC-യിൽ നിന്ന് തീ പടർന്നതാകാമെന്ന സംശയം ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കുന്നു. ഒരാൾ ജീവനക്കാരിയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു, മറ്റയാളെ കുറിച്ച് വിവരവുമില്ല. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പൊതുവെ നല്ല തിരക്കുള്ള ഇടമാണ് പാപ്പനങ്ങോട്. ഈ ബിൽഡിംഗ് 2ാം നിലയിലായിരുന്നു. വിവരങ്ങൾ? അതായത് ഇപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ, പോലീസിന്റെ ഫോറൻസിക് ഫയർഫോഴ്സിന്റെയും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. ചേട്ടാ, ഈ അകത്ത് കയറി ചേട്ടൻ കണ്ടിരുന്നോ? അകത്ത് കയറി കാണാൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു. നമ്മൾ എന്താണ് സംശയം? എന്താണ് AC-യുടെ ഇത് മറ്റേ ടച്ച് ചെയ്തതാണ്, പൊട്ടിത്തെറിച്ചതാണ്. വേറെ ഡുമ്മനെ കേട്ട് നല്ല സൗണ്ടാണ് കേട്ടത്. പൊട്ടിത്തെറിച്ച അടയാളം ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് അവരെല്ലാം വലിച്ച് പൂച്ചെടുത്ത് അവർ കണ്ട മനസ്സിലായി. കൗൺസിലറെ വരണം. ഇടുങ്ങിയ ക്യാബിന് പോലെയാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് ആർക്കും ഇറങ്ങി അങ്ങോട്ട് പെട്ടെന്ന് ചാടാനൊന്നും പറ്റൂല. അത് അങ്ങനത്തെ ക്യാബിന് പോലെയായിരുന്നു. അതായിരിക്കണം പറ്റിയത്. AC മൊത്തം അകത്തുള്ള AC കത്തിരിക്കുകയാണ്. കാരണം പൈസ അടയ്ക്കാൻ വന്ന ഒരു ലേഡിയുണ്ട്, അവിടെ ഉള്ള സ്റ്റാഫും ഒരു ലേഡിയാണ്. അവർ ലേഡിയാണ്. ഏതായാലും പല കാര്യങ്ങളും കൺഫർമേഷൻ ഉണ്ട്. മരിച്ച രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് പാപ്പനംകോട് ജംഗ്ഷനിൽ, അതായത് പാപ്പനംകോട് പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ കടയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി കേട്ടു എന്നുള്ളതാണ് പരിസരവാസികളായ വ്യാപാരികളടക്കം, അല്ലെങ്കിൽ പരിസരവാസികളും തൊട്ടടുത്തുള്ള വ്യാപാരികളും ഒക്കെ പറഞ്ഞ കാര്യം. ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് കാണാം. ഈ പ്രധാനപ്പെട്ട റോഡിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ കട പ്രവർത്തിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ AC-യുടെ ആ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കാണാനും സാധിക്കും. ഈ പോലീസ് CI, അതായത് കരമന CI തന്നെ അക്കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് AC ചില പ്രശ്നങ്ങളുണ്ട്, അതാണോ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം, അത് പരിശോധിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ഇതൊരു കൊച്ചു മുറിയാണ് സുഹേൽ, അതൊരു ഈ കൊച്ചു സംവിധാനമാണ്. അപ്പോൾ സംവിധാനത്തിൽ തീപിടുത്തം ഉണ്ടായാൽ ഇറങ്ങി ചാടാനുള്ള ഒരു അല്ലെങ്കിൽ ഇറങ്ങി രക്ഷപ്പെടാനുള്ള ഒരു പഴുതില്ല എന്ന് ഈ തൊട്ട് താഴേക്ക് വ്യാപാരം നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ വലിയൊരു ശബ്ദം അതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം കണ്ട ഈ സമീപത്തെ കടയിലെ ഒരു ജീവനക്കാരി നമ്മളോട് പറഞ്ഞത്, അതായത് അവർ കണ്ടത് ഒരു സ്ത്രീയും പുരുഷനും മരിച്ച നിലയിലാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമുക്ക് കൺഫർമേഷൻ ഇല്ല. അക്കാര്യത്തിൽ നമുക്ക് വേണ്ടത് മരിച്ചത് ആരൊക്കെ എന്നുള്ളതാണ്. എന്താണ് ഈ അപകട കാരണം എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും ദുഃഖകരമായ സംഭവമാണ് പാപ്പനംകോട് ജംഗ്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ആളുകൾ പറയുന്നതനുസരിച്ച് ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി ഒരു ശബ്ദമുണ്ടായി. അതിനുശേഷം തീ പടരുകയായിരുന്നു. ആദ്യം നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊട്ടപ്പുറത്തെ കടയിലെ ആളുകൾ ഈ പുറകുവശത്തെ വഴിയിൽ കൂടി പോയി ഈ ആളുകളെ പുറത്തിറക്കാൻ. അവിടെ ഈ സാധാരണ ഇതിൽ ഇവിടെ ഒരു വനിതാ ജീവനക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ശ്രമം അത് നടത്തി. അതിനുശേഷം ഇപ്പോൾ ആ ശ്രമത്തിന് ശേഷം അതിനുശേഷം അവരിങ്ങനെ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് രണ്ടാളുകൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അങ്ങനെ അവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അത് ഡെത്താണ് എന്നുള്ള കാര്യം ഞാൻ തിരികെ വരാം. ഇപ്പോൾ അലക്സ മുഹമ്മദ് കൂടി ചേരുന്നു. അലക്സ, മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ AC പൊട്ടിത്തെറിച്ചതാകാമെന്ന് നിഗമനമാണ് സ്ഥിരീകരിക്കാനിരിക്കുന്നു. ഒപ്പം മരിച്ചവരിൽ ഒരാളെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ കെട്ടിടം ഒരു പഴയ കെട്ടിടമാണോ? അത്തരത്തിൽ പഴയ വയറിങ്ങൊക്കെയുള്ള കെട്ടിടമാണോ? കൃത്യസമയത്ത് തന്നെ അഗ്നിരക്ഷാസേനയ്ക്ക് അവിടെ എത്താനായിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ അവിടെ ഒരു പരിശോധന നടക്കുന്നെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹൈല, പാപ്പനംകോട് ജംഗ്ഷനാണിത്. പാപ്പനംകോട് ജംഗ്ഷനിൽ മെയിൻ പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നാണ് ഈ കെട്ടിടമുള്ളത്.
അത് ഇരുനില കെട്ടിടമാണ്. ഇരുനില കെട്ടിടത്തിൻ്റെ നേരെ മുകളിലാണ് ഈ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ പോർട്ടൽ ഓഫീസ്, അതിൻ്റെ ഏജൻസിയാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു ആ സമയത്ത്, അതായത് ഏതാണ്ട് 1.25-1.5 മണിക്കുള്ളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി തീ പടരുകയായിരുന്നു എന്നാണ് യാത്രക്കാരും ഒപ്പം ഇതുവഴി കടന്നുപോയ ആളുകളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ആ സമയത്ത് ഇതുവഴി കടന്നുപോയൊരു യാത്രക്കാരൻ നമുക്കൊപ്പമുണ്ട്. ജസ്റ്റ് ഒന്ന് അദ്ദേഹം, ചേട്ടാ ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത് ഉച്ചയ്ക്ക് ഒരു 1.5 മണിയോ എന്താവും. നിങ്ങൾ കടന്നു പോവുകയായിരുന്നു? ഞാൻ ഇവിടെ കൂടി പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്ലാസ് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആള് കത്തയാണ് സംഭവം. അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റൂലെന്ന് നമുക്കും തോന്നി. അതിനിടയ്ക്ക് ഇവിടെ ഉള്ള ജനങ്ങളാണ് വന്നത്. തിരികെ വരാം. ഇപ്പോൾ ഷഫീദ് പുതിയ അപ്ഡേറ്റുമായി ചേരുന്നു. ഷഫീദിനോടൊപ്പം ഇപ്പോൾ റീജിയണൽ ഫയർ ഓഫീസർ ചേർന്നു. ഷഫീദ് തുടരാം. സുഹേൽ, ഇപ്പോൾ റീജിയണൽ ഫയർ ഓഫീസർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ നമ്മൾ ഒന്നും ആയിട്ടില്ലെന്നറിയാം. പ്രാഥമികമായിട്ട് എന്തെങ്കിലും ഒരു വിലയിരുത്തലുണ്ടോ നമുക്ക്? പ്രാഥമികമായിട്ട് അതിനുള്ളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു എയർ കണ്ടീഷണർ ബ്ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കാര്യം, ഓൾ ഓഫ് എ സഡൻ ഉണ്ടായിരിക്കുന്ന ഒരു ഫയറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ 2 ആൾക്കാർ അതിനുള്ളിൽ പെട്ടുപോകില്ലായിരുന്നു, അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ അത് ഒന്നുകിൽ എയർ കണ്ടീഷണർ ബ്ലാസ്റ്റ് ആയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി അതിനകത്ത് മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്ന, കത്താൻ പര്യാപ്തമായ അല്ലെങ്കിൽ പെട്ടെന്ന് കത്തുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. പ്രാഥമിക പരിശോധനയിൽ അങ്ങനെ ഒരു എയർ കണ്ടീഷണർ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ആ ഒരു സാധ്യതകൾ മാത്രമാണ് പ്രാഥമിക പരിശോധന നമ്മൾ കാണുന്നത്. പരിശോധന ഉടനെ ഉണ്ടാവും സാറേ? വിശദമായിട്ടുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഫോറൻസിക് വന്നിട്ടായിരിക്കും പരിശോധന? ഫോറൻസിക്കിനെ അറിയിച്ചിട്ടുണ്ട്, അവർ വന്നിട്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വന്നതാണ് ആദ്യം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡെത്ത് കൺഫർമേഷൻ നമ്മളത് 2 പേർ വെന്തു മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ആ എടുത്തപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത്, പക്ഷെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ മാത്രമേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് എയർ കണ്ടീഷണർ ബ്ലാസ്റ്റ് ആയതാണ്, അതാണ് ഈ വലിയ പൊട്ടിത്തെറി എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ ഫയർഫോഴ്സ് നടത്തുന്നു എന്ന് റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് കെ നമ്മളോടിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി അത് തന്നെയാണ് ഫയർഫോഴ്സിന്റെ വിലയിരുത്തൽ. അതായത് കൊച്ചു മുറിയാണ്, മാത്രമല്ല അവിടെ എയർ കണ്ടീഷണർ ഉണ്ടായിരുന്നു. ആ എയർ കണ്ടീഷണർ ബ്ലാസ്റ്റ് ചെയ്തതിന്റെ അടയാളങ്ങൾ അവിടെയുണ്ട്. അതൊരു പ്രാഥമിക പരിശോധനയാണ്. വിശദമായ പരിശോധന ഉടൻ നടത്തും. ഫോറൻസിക്കിന്റെ അടക്കം പരിശോധന ഉണ്ടാകും. മറ്റൊന്നും അവിടെ കാണാനില്ല എന്നുകൂടി റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തീപിടുത്തത്തിന്റെ ഒരു പ്രാഥമികമായ കാരണം ഇതാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. സുഹൈൽ, ഷഫീദ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അലക്സ മുഹമ്മദോട് ചേരുന്നു. അലക്സ, ഇപ്പോൾ ഷഫീദ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു സഡൻ ബ്ലാസ്റ്റ് ആണ്, AC പൊട്ടിത്തെറിച്ചതാകാം എന്നൊരു പ്രാഥമിക നിഗമനം. അതായത് അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ സമയം കിട്ടാത്ത രീതിയിൽ അത്രയും പെട്ടെന്നുണ്ടായ ഒരു സ്ഫോടനം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് ഈ ഒരാൾ ആരാണെന്നൊരു സംശയം ഉയരുന്നു. പൊതുവെ അവിടെ ഈ സമയത്തൊക്കെ ഈ ഉപഭോക്താക്കളും കസ്റ്റമേഴ്സൊക്കെ എത്തുന്ന സമയമാണോ? ഒരു കസ്റ്റമർ ആണെന്നൊരു നിഗമനം അവിടെ ഉണ്ടോ അലക്സ്? സുഹൈല, ഒരാൾ ജീവനക്കാരിയാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരാൾ അവിടെ എത്തിയ ഉപഭോക്താവാണെന്നുള്ള പ്രാഥമിക വിവരം. ഈ വശത്താണ് ആദ്യം തീപിടുത്തം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. സുഹൈൽ, അദ്ദേഹം നിങ്ങൾ എത്ര മണിക്കാണ് ഈ സംഭവം കണ്ടത്? ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ. അത് എവിടെ നിന്ന് പടർന്നെന്ന്? ആദ്യം ഈ ഇട സൈഡിൽ നിന്നാണ് ആദ്യം കത്തിച്ചത്. നല്ല സൗണ്ടായിരുന്നു. ഏകദേശം പിന്നെ ആദ്യം ആൾക്കാർക്ക് കയറാൻ പറ്റിയിട്ടില്ല, കാര്യം നല്ല ഗ്ലാസ് എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇവിടെ നിന്ന് ഈ പുള്ളിയും വേറൊരു പയ്യൻ കൂടിയാണ് അകത്ത് കയറിയത്. അത് കയറിയപ്പോഴേക്കും പിന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ വെള്ളം എടുത്ത് തന്നു. വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ടാണ് അകത്തോട്ട് കയറി. അപ്പോഴേക്കും ആദ്യം ഈ വെള്ളം ഒഴിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അപ്പോഴേക്കും ഏകദേശം ആളെന്തായാലും അപ്പം തന്നെ മരിച്ചിരുന്നു. 2 പേരുണ്ടായിരുന്നു. സ്ത്രീകളാണ് 2 അല്ല, ഒരാൾ സ്ത്രീ, മറ്റേ ആള് അറിഞ്ഞൂടാ. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഗ്ലാസ് എന്തായാലും പുറത്താണ്, നമുക്ക് അകത്തോട്ട് കയറാനും പറ്റില്ല, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് തീയും പുകയായിരുന്നു. പിന്നെ അല്ലാതെ ഈ താഴെ വീട്ടിലൊരു അമ്മാമ ഉണ്ടായിരുന്നു. നമ്മൾ ആ പുറകു വശത്ത് കഥകു ചവിട്ടി തുറന്ന് അകത്ത് കയറാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റിയിട്ടില്ല. ഈ സൈഡിലോട്ട് കയറാൻ പറ്റിയില്ല. ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് അവരെ അവിടെ നിന്ന് ഇറക്കിയത്. അതെ, നമ്മൾ ഏകദേശം തീയെല്ലാം അണച്ച് ചെയ്തതിനു ശേഷം ഫയർഫോഴ്സ് എത്തിയായിരുന്നു. എത്ര സമയം കഴിഞ്ഞിട്ട് അവരെത്തിയപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആവും ഈ സംഭവം. അല്ലാതെ ഇവിടെ ഈ ഒരു അമ്മാമ ഉണ്ടായിരുന്നു. അമ്മാമ അപ്പം തന്നെ രക്ഷപ്പെടുത്തി. അപ്പുറത്ത് തീ പടർന്നു? ഇല്ല, ഈ ഒരു ബിൽഡിംഗ് മാത്രം.
ഞാൻ മനസ്സിലാക്കുന്നത് സുഹേല, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഗ്ലാസ് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത ഒരു പ്രദേശമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗം, ആ പോർഷൻ അങ്ങനെയായിരുന്നു വേണം മനസ്സിലാക്കാൻ. അതിലേക്കുള്ള എൻട്രൻസ്, ആ കാണുന്ന പടി വഴിയാണ് അതിലേക്കുള്ള എൻട്രൻസ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ തീപിടുത്തം ഉണ്ടായി, ഒരു ബ്ലാസ്റ്റായി, അത് പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത് മുകളിലത്തെ നിലയാണ്. അങ്ങനെയാണ് ഇതാ കണ്ട ആൾ, അങ്ങനെ പേര് ഗിരീഷ്. ഇത് ഈ സംഭവം നടന്ന ഉടനെ ഇത് കണ്ട ആളാണ് ഗിരീഷാണ് അത് പറഞ്ഞത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഭാഗത്താണ് ആ തീപിടുത്തം ആദ്യം ഉണ്ടാകുന്നത്. വലിയൊരു പൊട്ടിത്തെറി, ഒരു ബ്ലാസ്റ്റിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ കണ്ണാടി ചില്ലാകെ പൊട്ടിത്തെറിക്കുന്നതാണ് അവർ കണ്ടത്. അവർ ഉടനെ തന്നെ 2 പേരുണ്ടായിരുന്നു, 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ ഉടനെ അകത്ത് കയറാനുള്ള ഒരു ശ്രമം അവർ നടത്തി. വലിയ തോതിൽ തീയും പുകയും അകത്ത് അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. 2 പേരുണ്ടായിരുന്നത് അവർ തന്നെ പറയുന്നുണ്ട്. വലിയ തോതിൽ തീ ആ സമയത്തുണ്ടായിരുന്നു. നാട്ടുകാർ എടുത്തു കൊടുത്ത വെള്ളമൊക്കെ ഉപയോഗിച്ച് അവരാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതെന്ന് ഗിരീഷ് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫയർഫോഴ്സ് എത്തിയത്. ഫയർഫോഴ്സ് എത്തി ഈ അപകടത്തിൽപ്പെട്ടവരെ അവിടെ നിന്ന് മാറ്റിയത്. ഒരാൾ അവിടുത്തെ ജീവനക്കാരിയാണെന്ന് ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്. മറ്റൊരാൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉപഭോക്താവാണ് എന്നുള്ളതാണ് സംശയം. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അത്യന്തം ദാരുണമായ സംഭവമാണ്. തൊട്ട് താഴെ ഈ വീട്ടിലൊരു അമ്മാമ ഉണ്ടായിരുന്നു. തൊട്ട് താഴേക്കൊന്നും ഭാഗ്യവശാൽ തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അതേസമയം പെട്ടെന്നൊരു പൊട്ടിത്തെറിയോടുകൂടി അവിടെ ഉണ്ടായത്, അതായത് AC പൊട്ടിത്തെറിച്ചതാകാം, AC ബ്ലാസ്റ്റ് ചെയ്തതാകാം എന്ന പ്രാഥമിക നിഗമനമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. അവർ അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ പരിശോധന നടക്കേണ്ടതുണ്ട്. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ചേർന്നുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അത് സ്ഥിരീകരിക്കുക. എന്താണെങ്കിലും നാട്ടുകാരും ഇത് കണ്ടുകൊണ്ടുന്ന ദൃക്സാക്ഷികളും മറ്റുമൊക്കെ പറയുന്നത് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം, ഒരു ബ്ലാസ്റ്റിൻ്റെ ശബ്ദമുണ്ടായി. ആ ബ്ലാസ്റ്റിൻ്റെ ശബ്ദം ഒരുപക്ഷെ AC പൊട്ടിത്തെറിച്ചത് തന്നെ ആകാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ വിഷവാതകം അതിനുള്ള ഒരുപക്ഷെ നിറയുകയും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയാണ് ആ തീപിടുത്തത്തിൻ്റെ ആഘാതം കൂടിയെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ പൂർണ്ണമായി ഗ്ലാസ് കൊണ്ട് മറച്ച ഒരു ബിൽഡിംഗ്, ഒരു റൂം സ്പേസാണിത്. ആ സ്പേസിലാണ് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഗ്ലാസ് പൂർണ്ണമായി പൊട്ടി പുറത്തേക്ക് തെറിക്കുകയായിരുന്നു. തുടർന്ന് തീ പടരുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ഈ അപകടം നടന്നിട്ടുണ്ടാകാം. അവർക്ക് ഈ വിഷവാതകവും വിഷവായുക്കും മറ്റുമൊക്കെ അവിടെ നിറഞ്ഞ് ഈ അപകടം ഉണ്ടായതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അത്യന്തം ദാരുണമായ സംഭവമാണ്. ഏതാണ്ട് 1:40 കൂടിയാണ് ഫയർഫോഴ്സ്. വളരെ ദാരുണമായ ഒരു അപകട വാർത്തയാണ് തിരുവനന്തപുരം പാപ്പനംകോട് നിന്ന് വരുന്നത്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പാപ്പനംകോട് ഓഫീസിൽ തീപിടുത്തമുണ്ടായി 2 പേർ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഒരാൾ ജീവനക്കാരെയാണ്, മറ്റേയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വളരെ നാരോവായ, വളരെ ഇടുങ്ങിയ ഒരു ക്യാബിനായിരുന്നു, ചേംബറായിരുന്നു. ഇതൊക്കെ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് വേണം നിലവിൽ നിഗമനം. അതിനോടൊപ്പം AC പൊട്ടിത്തെറിച്ചതാകാമെന്ന സംശയം നിഗമനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും.